പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന 3 മിനിറ്റും കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. വെറും 3 മിനിറ്റ് മതി കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ പുഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. പുഡിംഗ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റുകൾ വീട്ടിൽ വന്നാൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. ഇതിന് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. പാല് വേണം, പഞ്ചസാര വേണം, കോൺഫ്ലവർ ആണ് പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചോളപ്പൊടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാല് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 2.5 ഗ്ലാസ് പാല്. ഇതിന് തൊട്ട് ഇവിടെ ഇരിക്കുന്നത് മൈക്രോ ഗ്രീനിൻ്റെ പയർ മുളപ്പിച്ചാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അല്ല, ചുമ്മാ ഒന്ന് അടുത്ത് വെച്ചു എന്ന് മാത്രം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്, ചോളപ്പൊടി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണാണ്. അപ്പോൾ അത് വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ ഈ ഒരു കപ്പ് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഇപ്പോൾ പാലൊക്കെ അളന്നത് അത് തന്നെ വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര അളന്നെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അത് കട്ട പിടിക്കാതെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്താണ് നമുക്ക് കിട്ടേണ്ടത്. ഡൈല്യൂട്ട് ചെയ്ത് ഈ കോൺഫ്ലവർ ഒന്ന് അതിൻ്റെ ആ കട്ടയെല്ലാം പോയി കിട്ടിയാൽ മതി കേട്ടോ. ഇത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാലിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പാലിൽ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെക്കാൻ പോകുന്നത് ഏത് പാത്രമാണോ, പാൻ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കുന്ന പാത്രം, അങ്ങനെ എന്ത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു പാനിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഇത് മാറ്റാം. എല്ലാ മിക്സിങ്ങും കഴിഞ്ഞ് ഈ പാല് ഇനി നല്ലതുപോലെ നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി കുറുകി പോകരുത്, പക്ഷേ ഒരു ചെറിയൊരു കുറുക്കിൻ്റെ പാകം വരികയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടാലും പിന്നീട് അത് തിളച്ച് വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക്. ഒപ്പം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട ശേഷം പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല കുറുകിയാണ് കിട്ടേണ്ടത്. പതിയെ കുറുകി വരുന്നുണ്ട്. അത് തിളയ്ക്കാറാകുമ്പോഴാണ് നല്ലതുപോലെ കുറുകി വരുന്നത്. പക്ഷേ അതിനു മുമ്പേ നമ്മൾ നല്ലതുപോലെ ചുവടൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഇത് കറക്റ്റ് ഒരു പാകം കേട്ടോ, ഒത്തിരി കുറുകിയിട്ടുമില്ല. പക്ഷേ നമുക്കത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലതുപോലെ ഒരു കുറുകി പോലെ അത് വീഴുന്നുമുണ്ട്. ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പാകം. ഞാനിവിടെ 3 പുഡിങ്ങിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്ന് നമുക്ക് തണുപ്പിച്ച് ഉപയോഗിക്കാം, ഒന്ന് ചെറിയ ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി കഴിക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഈ പുഡിങ്ങിൻ്റെ ഒന്നും അലങ്കരിക്കാതെ തന്നെ, അതിൻ്റെ മുകളിലേക്ക് ഒന്നും തന്നെ ഇടാതെ തന്നെ നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഈ മിക്സ്ചർ മാത്രം എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കമത്തുവാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ നമ്മൾ ഏത് ഷേപ്പിനാണോ നമ്മൾ വെക്കുന്ന ആ ഷേപ്പിന് നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ നമുക്ക് പിന്നീട് അലങ്കരിച്ച് വയ്ക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ 3 ബൗളുകളിലേക്കും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബൗളിൽ വെച്ച് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അലങ്കരിച്ചിട്ടും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഈ ഒരു മിക്സ് ഞാൻ 3 ബൗളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് അലങ്കരിക്കാം കേട്ടോ. വേണമെങ്കിൽ പഴം ചെറുതായിട്ട് ക്രഷ് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ പഴം, ഫ്രൂട്ട്സ്. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടുകൂടി നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ചൂടോടുകൂടി കഴിക്കുന്നതാണല്ലോ നല്ലത്. ഞാൻ ഇതിൽ ഒരെണ്ണം എടുത്ത് നല്ലതുപോലെ തണുപ്പിച്ചും കഴിച്ചു നോക്കിയിട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കാഷ്നട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. 3 ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. 3 മിനിറ്റ് മതി.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് ആയിരുന്നു ഇന്നത്തെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ജുവൽ ബേബീസ് വേൾഡിലൂടെ ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങളിലേക്കും കൂടെ നിങ്ങൾക്ക് ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.